ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എഞ്ചിനിൽ എന്താ നടക്കുന്നത്, എഞ്ചിൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഫസ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഹായ്, കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞത് ഊപ്സ് കൺസെപ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ തൊട്ടടുത്തുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അബ്സ്ട്രാക്ഷൻ എന്താണ്, പിന്നെ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും പിന്നെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യാം, ഒരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഒന്നും കൂടി എക്സ്പ്ലനേഷൻ തരാം. നമുക്ക് ഈ അബ്സ്ട്രാക്ട് മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു. അതായത് യൂസേഴ്സിന് നമുക്ക് എല്ലാ ഡാറ്റ കാണിച്ചു കൊടുക്കാതെ ചില ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, ഹൈഡ് ചെയ്ത് വെച്ചിട്ട് വേണ്ട ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മളിത് കാണിക്കും. ഇപ്പോൾ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾക്കൊരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഒരു എഞ്ചിൻ സ്റ്റാർട്ട്, ഒരു വെഹിക്കിൾ വേണ്ടത്, വെഹിക്കിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ടാവും. അതുപോലെ തന്നെ ബൈക്കിലാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എഞ്ചിനിൽ എന്താ നടക്കുന്നത്, എഞ്ചിൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. കാരണം എന്താ, നമ്മൾ ഡ്രൈവറാണ്, ഡ്രൈവറിൻ്റെ പണി എന്താ, സ്റ്റാർട്ട് ചെയ്യുക, പോവുക, വരിക, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മെക്കാനിക്കിന് കാണിക്കുക, എല്ലാ ഇഷ്യൂസാണ്. അപ്പോൾ എന്താണ് എഞ്ചിനിൽ നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു മെക്കാനിക്കിനെ സംബന്ധിച്ച് അത് അറിയണം, അല്ലേ? അതേപോലെയാണ് ഇത്. ഇപ്പോൾ നമുക്ക് ചില കോംപ്ലിക്കേഷൻസ് ഡാറ്റ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നെസസറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ കാണിച്ചു കൊടുക്കും. ഡെവലപ്പേഴ്സിന് എന്ത് ചെയ്യാം, മറ്റുള്ള കാര്യങ്ങൾ അറിയാം, അല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ യൂസേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ അവർക്ക് ഉള്ളിൽ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് എന്താ അബ്സ്ട്രാക്ട് എന്നുള്ളത്. അപ്പോൾ അബ്സ്ട്രാക്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടി എന്ത് ചെയ്യാം, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, നമുക്കൊരു മെയിൻ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിന് ഒരു മെയിൻ മെത്തേഡ് ഉണ്ട്. ഈ മെയിൻ മെത്തേഡിലാണ് നമ്മൾ എല്ലാ കാര്യം, എത്ര ക്ലാസ് ക്രിയേറ്റ് ചെയ്താലും അവിടെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് മെത്തേഡിന് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അബ്സ്ട്രാക്ട് മെത്തേഡിന് നമ്മൾ ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള മൈൻഡിൽ ഉണ്ടാവും. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. അതായത് നമുക്ക് എന്ത് ചെയ്യും, ഒരു മെയിൻ മെത്തേഡ് ഉണ്ടാവും. ആ മെയിൻ മെത്തേഡിനെ ഇൻഹെറിറ്റ് ചെയ്തിട്ട് ചൈൽഡ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുക. ആ ചൈൽഡ് മെത്തേഡിനാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, അത് ഇതിൽ നോക്കി വെക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് എന്താ, ഒരു കാൽക്കുലേറ്റർ എടുക്കാം. ഈ ഒരു കാൽക്കുലേറ്റർ എടുത്താൽ കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം, ഒരു നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ഒരാൾ ചായ അടിക്കാൻ വന്നു. ചായ അടിക്കാൻ പോകുമ്പോൾ 10 ക്ലിക്ക് ചെയ്ത് പിന്നെ പ്ലസ് ക്ലിക്ക് ചെയ്ത് പിന്നെ 20 റുപ്യക്ക് എന്ത് ചെയ്ത് ആൾ സ്നാക്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നാക്സും കൂടി ആഡ് ചെയ്ത് 30 റുപ്യ എന്നുള്ളത് നമുക്ക് ഔട്ട്പുട്ട് കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്, എന്താണുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻ ക്ലാസ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ആ ക്ലാസ്സിൻ്റെ പേര് എന്ത് ചെയ്തു, നമ്മൾ ഒരു ഓപ്പറേഷൻ, അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്നൊക്കെ, അരിത്മെറ്റിക് ഓപ്പറേഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് അങ്ങനെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ അരിത്തമെറ്റിക് എന്താണെന്ന് പറയുന്നില്ല. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞു, ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഓൾറെഡി അബ്സ്ട്രാക്ട് ചെയ്ത ക്ലാസ്സിനാണ് പറ്റാന്ന്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ക്ലാസ്സിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു, അബ്സ്ട്രാക്ട് എന്ന് എഴുതാം. ഓക്കെ, അബ്സ്ട്രാക്ട് എന്ന് എഴുതിയതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു അബ്സ്ട്രാക്ട് എന്നുള്ളത് ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുക. മെത്തേഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അബ്സ്ട്രാക്ട് എന്ന് എഴുതി. നമുക്ക് എന്താ വേണ്ടത്, ഇപ്പോൾ കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാം. 10 ക്ലിക്ക് ചെയ്ത് എൻ്റർ കൊടുത്തു, പ്ലസ് കൊടുത്തു, പിന്നെ 20 ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു റിസൾട്ട് വരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്, റിസൾട്ട്. ആ റിസൾട്ട് വരുമ്പോഴുള്ള ഓപ്പറേഷൻസ് എന്താണെന്ന് നമുക്കറിയില്ല. അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യും, ഉള്ളിൽ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അതിനുവേണ്ടി റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താ കാര്യം നമുക്കറിയില്ല. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാണ്. അബ്സ്ട്രാക്ട് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞ് ബോഡി ഉണ്ടാവില്ല, മെത്തേഡിന് എന്തുണ്ടാവില്ല, ബോഡി ഉണ്ടാവില്ല. ബോഡി എന്ന് വെച്ചാൽ ബ്രാക്കറ്റ്,
ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ഉണ്ടാവുമല്ലോ, ആ സംഭവം തന്നെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അവിടെ അത് എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. നമുക്ക് ചെയ്ത് നോക്കാം. അബ്സ്ട്രാക്ട് മെത്തേഡ്, അതിന് വേണ്ടി പബ്ലിക്, നമ്മളൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഒന്ന് പബ്ലിക് അല്ലെങ്കിൽ സ്റ്റാറ്റിക് വോയിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അത് നിങ്ങൾ പഠിക്കുക. പിന്നെ എന്ത് ചെയ്യുക, അബ്സ്ട്രാക്ട് എന്ന് കൊടുത്തു. പിന്നെന്ത്, ആ നെയിം, മെത്തേഡിൻ്റെ നെയിം എന്താ, റിസൾട്ട് എന്ന് ഞാൻ കൊടുക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, റിസൾട്ട് എന്ന് കൊടുത്ത് ഞാൻ എന്തെങ്കിലും ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്ത്. ഇപ്പോൾ കണ്ടോ, മെത്തേഡിന് എന്തുണ്ട്, നമ്മൾ കണ്ടതുപോലെയല്ല, മെത്തേഡിന് എന്തില്ല, ബോഡി ഇല്ല. ബോഡി ഇല്ലാത്തപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കാണുന്നത്. ഓക്കെ, ഇനി ഒരു ബോഡി ഉള്ള ഒരു സംഭവം കൂടി ക്രിയേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിന് വിത്തൗട്ട് ബോഡിയും ബോഡി ഉള്ളതും ആയ അബ്സ്ട്രാക്ട് മെത്തേഡ്, അതായത് ഒന്ന് അബ്സ്ട്രാക്ട് ബോഡി ഇല്ലാത്ത മെത്തേഡും ബോഡി ഉള്ള മെത്തേഡും നമുക്ക് അബ്സ്ട്രാക്ട് ക്ലാസ്സിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടി ഞാൻ ഒരു ബോഡി ഉള്ള മെത്തേഡും കൂടി ക്രിയേറ്റ് ചെയ്യുക. ഇത് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. ഇത് മാത്രമാണോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, മറ്റുള്ളത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂലേ എന്നുള്ള പല സംശയങ്ങളും നിങ്ങൾക്ക് വരാം. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. പബ്ലിക് വോയിഡ് സം എന്ന് കൊടുക്കുന്നു. ഓക്കെ, സമ്മിനുള്ളിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റിൽ ജസ്റ്റ് ഞാൻ എന്തോ ദിസ് ഈസ് സം എന്നുള്ളത് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ എന്തൊക്കെയുണ്ട്, അഡീഷണൽ ഉണ്ട്, അതുപോലെ തന്നെ സബ്സ്ട്രാക്ഷൻസ് ഉണ്ട്, പിന്നെ അതുപോലെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മെയിൻ ഫങ്ഷൻ എപ്പോഴും ടോപ്പിലാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ടോപ്പിലാണ് എഴുതുക. ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയിൻ മെത്തേഡ്, കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ മെയിൻ മെത്തേഡ് എപ്പോഴും എന്ത് ചെയ്യുന്നു, മുകളിൽ, അത് മെയിൻ ക്ലാസ് എപ്പോഴും മുകളിലാണ് ഉണ്ടാവുക. മുകളിൽ എഴുതി. നമ്മളിപ്പോൾ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഈ മെയിൻ മെത്തേഡ് എന്ന് വെച്ചാൽ അത് വേറെ തന്നെ ഫയലിലായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വേറെ ഫയലിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫയലിനെയാണ് ഇങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മീൻസ് ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആ രീതി ചിന്തിക്കുക. ഇപ്പോൾ ഇങ്ങനെ ബേസിക്സ് പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. പ്രൊജക്റ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ ക്ലാസ്സൊക്കെ ചിലപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവില്ല. അത് നേരെ വേറെ ഫയലിലായിരിക്കും. ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ബേസിക് പഠിക്കുമ്പോൾ എന്താണ് കൺസെപ്റ്റ് എന്ന് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ എക്സ്ട്രാ ലെവലിലേക്ക് നിങ്ങൾ എത്തുന്ന ടൈമിൽ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് പബ്ലിക് വോയിഡ് സം എന്നുള്ള വിത്ത് ബോഡി കണ്ടോ, ഇതാണ് ബോഡി. വിത്തൗട്ട് ബോഡി എന്ന് വെച്ചാൽ ഇതാണ്, സെമിക്കോളൻ വെച്ച് അവസാനിപ്പിച്ചു, അവിടെ എന്തില്ല, ബോഡി ഇല്ല. ഓക്കെ, നെക്സ്റ്റ് എന്തെന്ന് വെച്ചാൽ ഞാൻ ഈ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഞാൻ പറഞ്ഞു, സബ്സ്ട്രാക്ഷൻ ഉണ്ട്, അതുപോലെ അഡീഷണൽ ഉണ്ട്, ഡിവിഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് ഇതാ അഡീഷണൽ. അപ്പോൾ അഡീഷണൽ എന്നുള്ള ഒരു ക്ലാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടി ആഡ് എന്ന് കൊടുക്കുന്നു. ആഡ് കൊടുത്തിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, എക്സ്റ്റെൻസ് അതായത് ഇൻഹെറിറ്റ് ചെയ്യണം. പേരൻറ്റ് ക്ലാസ് നമുക്ക് എന്ത് ചെയ്യണം, ഇൻഹെറിറ്റ് ചെയ്തെടുക്കണം. ഏതാണ് നമുക്ക് ചെയ്യേണ്ടത്, അരിത്മെറ്റിക്കിൻ്റെ ഓപ്പറേറ്റർ എന്നുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പേരൻറ്റ് ക്ലാസ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും എവിടെ ആക്സസ് ചെയ്യാൻ പറ്റും, നമുക്ക് ചൈൽഡ് ക്ലാസ്സിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ പബ്ലിക് റിസൾട്ട് എന്നുള്ള ഇത് മീൻസ് വിത്തൗട്ട് ബോഡി ഉള്ളതിൻ്റെ ബോഡി എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള സംശയം ഉണ്ടാവും. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ, ഇവിടെ റിസൾട്ടിൻ്റെ സ്പെല്ലിങ് തെറ്റിയിട്ടുണ്ട്, അതൊന്ന് മാറ്റിയിട്ട് റിസൾട്ട് എന്നാക്കാൻ. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു പബ്ലിക് വോയിഡ് റിസൾട്ട്, ഓക്കെ, റിസൾട്ട് എന്നുള്ള ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ എവിടുത്തെ മെത്തേഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ചിന്തിക്കണം. എവിടുത്തെ മെത്തേഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ പേരൻറ്റ് ക്ലാസ്സിൻ്റെ മെത്തേഡാണ്. പേരൻറ്റ് ക്ലാസ്സിൻ്റെ എന്ത് മെത്തേഡാണ്, ബോഡി ഇല്ലാത്ത വിത്തൗട്ട് ബോഡി ആയ അബ്സ്ട്രാക്റ്റ് മെത്തേഡാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ എന്താ കൊടുക്കുന്നത്, ഞാൻ കൊടുക്കുന്നു അവിടെ റിട്ടേൺ ചെയ്യാണ് റിട്ടേൺ ചെയ്യുന്നത് എന്താ വെച്ചാൽ A+B. ഈ A+B എവിടെ നിന്നാണ് വരുന്നത്, അത് ഇവിടുത്തെ ഇതിൻ്റെ പാരാമീറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഇത് പറഞ്ഞിരുന്നു, ഇൻറ്റ് A പിന്നെ ഇൻറ്റ്
ബി. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ കാര്യമാണ് ഇത്. കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവാൻ, ഈ വീഡിയോ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, റിസൾട്ട് വന്നു, അതെന്ത് ചെയ്യും, നമ്മൾ റിട്ടേൺ ചെയ്തിട്ട് പ്ലസ് എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ വേറെ ഒന്നും കൂടിയാണ് എന്ത്, നമുക്കൊരു ക്ലാസ്സും കൂടി ഉണ്ടാക്കണം. ആ ക്ലാസ്സിൻ്റെ പേരെന്താ, അതായത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതാ വേറെ ഉണ്ടല്ലോ, ഏതാണ് ആഡ് ഉള്ളത്, ഡിവിഷൻ ആണ്. അപ്പോൾ ഡിവ് എന്നുള്ളത് കൊടുക്കുന്നു, പിന്നെ എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞിട്ട് കീവേഡ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും, അരിത്തമെറ്റിക് ഓപ്പറേഷൻ കൊടുത്ത്. ഓക്കെ, ഇനി എന്താണ് ചെയ്യുന്നത്, പബ്ലിക് വോയിഡ് റിസൾട്ട്, പിന്നെ എന്ത് ചെയ്യുന്നു, ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. ഓക്കെ, പിന്നെ ആ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യാണ്. ബോഡിയിൽ എന്താ ചെയ്യേണ്ടത്, റിട്ടേൺ ഒരു ഫങ്ഷൻ റിട്ടേൺ ചെയ്യാണ്. റിട്ടേൺ ചെയ്യുന്നത് എന്താ വെച്ചാൽ എ മൈനസ് ബി. ഓക്കെ, എ മൈനസ് ബി എന്നാണ്. പിന്നെ വേറെ ഒന്നും കൂടി ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ആ ക്ലാസ്സിൻ്റെ പേരാണ് എന്ത്, നമ്മൾ ക്രിയേറ്റ് ചെയ്തേണ്ടത് ക്ലാസ് ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ ഇതാ നമുക്കിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. മൾട്ടി എന്നുള്ളത് കൊടുത്തു, പിന്നെ എക്സ്റ്റെൻഡ് അരിത്തമെറ്റിക് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ എഴുതുക, പബ്ലിക് വോയിഡ് റിസൾട്ട് എന്നുള്ളത് എഴുതിയതിന് ശേഷം ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അവിടെ എന്താ, ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി എന്നുള്ളതാണ്. ഓക്കെ, അവിടെയും ബോഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ റിട്ടേൺ എന്താ ചെയ്യാം, റിട്ടേൺ ചെയ്യുന്നത് എ ഇൻറ്റു ബി ആണ്. എ ഇൻറ്റു ബി ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ മെത്തേഡ് കൊടുത്തു. ഓക്കെ, ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു തെറ്റുണ്ട്, വോയിഡ് അല്ല റിട്ടേൺ ടൈപ്പ്. ഞാൻ പറഞ്ഞു റിട്ടേൺ ടൈപ്പ് എന്താണോ അതാണ് കൊടുക്കേണ്ടത്. ഇൻറ്റ് എന്ന് കൊടുക്കുക നിങ്ങളെല്ലാം. ഓക്കെ, ഇൻറ്റ് കൊടുക്കി മാറ്റാം. ഓക്കെ, ഇൻറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ അബ്സ്ട്രാക്റ്റ് മെത്തേഡിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ആ അബ്സ്ട്രാക്റ്റ് മെത്തേഡിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചൈൽഡ് ക്ലാസ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആഡ് എന്നാണ് ഇവിടെയൊക്കെ ക്യാപിറ്റൽ ലെറ്റർ ആക്കി കൊടുക്കട്ടോ, ക്യാപ്സ് ആക്കി കൊടുക്കുക. ഡിവ് എന്നാക്കി കൊടുക്കുക. ക്ലാസ് നെയിം എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങുക എന്നുള്ളത് ഒരു നല്ല മെത്തേഡാണ്, അത് കീപ്പ് ചെയ്യുക. ഓക്കെ, മൾട്ടി. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ വീണ്ടും ആഡ് എന്ന് ഇവിടെ കൊടുക്കുകയാണ്, ആഡിന്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുക, ഒരു സം എന്ന് കൊടുത്തിട്ട് ഒരു വേരിയബിൾ കൊടുത്തിട്ട് ഞാൻ എന്താ ചെയ്യാണ്, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്, ന്യൂ ആഡ്, പിന്നെ ബ്രാക്കറ്റിൻ്റെ ഇത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് നോക്കുക. ആഡിൻ്റെ റിട്ടേൺ ചെയ്ത ഫങ്ഷനാണ്. അപ്പോൾ ആഡ് ഡോട്ട് സം എന്നുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത സംഭവമാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റ് ഡോട്ട് റിസൾട്ട് എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടുന്ന് പാസ് ചെയ്യേണ്ടത് 10,20. ഓക്കെ, 20 നിർത്തി കൊടുത്തിട്ടുണ്ട്. കൊടുക്കുന്ന മുമ്പ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞിരുന്നു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ടിൽ നമ്മൾ കൊടുക്കണം, പ്രിൻ്റ് എല്ലാം കൊടുത്ത് അതിൻ്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ റിസൾട്ട് എന്നുള്ളത് കൊടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു എവിടെയും നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടില്ല, ഇവിടെയാണ് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ അത് സൂക്ഷിക്കുക. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു, ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് എൻ്റർ ക്ലിക്ക് ചെയ്യണം. എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എറർ വന്നിട്ടുണ്ട്. ആ എറർ എന്താ വെച്ചാൽ അബ്സ്ട്രാക്റ്റ് എന്നുള്ളത് സ്പെല്ലിങ് തെറ്റിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, അബ്സ്ട്രാക്റ്റിൽ സ്പെല്ലിങ് വെച്ചാൽ യു അല്ല എ ആണ് അവിടെ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അബ്സ്ട്രാക്റ്റ് എ എന്നാക്കി കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. വീണ്ടും പോവുക, ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു എറർ ത്രോ ചെയ്തിട്ടുണ്ട്. അതായത് കനോട്ട് ഫൈൻഡ് സിമ്പിൾസ് അബ്സ്ട്രാക്റ്റ്. ഓക്കെ,
ഓക്കെ, ഇവിടെ എന്താ എറർ എന്ന് വെച്ചാൽ, വീണ്ടും എറർ എന്താണെന്ന് വെച്ചാൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം എന്താ എറർ കാര്യങ്ങളൊക്കെ. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഈ അബ്സ്ട്രാക്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണോ റിട്ടേൺ ചെയ്യുന്ന ടൈപ്പ് അത് ഇവിടെ കൊടുക്കാത്ത കൊണ്ടാണ്. അത് ഇൻറ്റെന്ന് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടി അബ്സ്ട്രാക്ട്. പിന്നെ അതുമാത്രമല്ല, അബ്സ്ട്രാക്ട് എന്നുള്ള സ്പെല്ലിംഗ് ഇവിടെ തെറ്റിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെ അബ്സ്ട്രാക്റ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അബ്സ്ട്രാക്ട് ഇവിടെ ആവശ്യമില്ല, സോറി, ഇവിടെ ആവശ്യമില്ല. പബ്ലിക് കഴിഞ്ഞാൽ അബ്സ്ട്രാക്ട് എന്ന് കൊടുത്താൽ മതി. അത് ആക്കി കൊടുത്ത് പിന്നെ റിട്ടേൺ ടൈപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടായില്ല, അതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. ഇതിന് വേണ്ടി ഒന്ന് ക്ലിയർ ചെയ്യാം. ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് കൊടുത്തു. ക്ലാസ് ആഡ് അബ്സ്ട്രാക്ട് ഓവർ റൈഡ് മെത്തേഡ് റിസൾട്ട് എന്നുള്ളത്. ഇവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, നോക്കാം. ഓക്കെ, ആ എറർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലായിടത്തും റിസൾട്ട് എന്നുള്ളത് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, പാരാമീറ്ററായിട്ട് ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് ഇവിടെ പാസ് ചെയ്തിട്ടില്ല. എവിടെ അബ്സ്ട്രാക്ട് മെത്തേഡിന് ഈ അരിത്തമെറ്റിക് എന്നുള്ള ഓപ്പറേഷൻ ഉണ്ടല്ലോ, ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, പാസ് ചെയ്യുക. അതിന് വേണ്ടി എന്ത് ചെയ്യുക, ഇൻറ്റ് എ കോമ ഇൻറ്റ് പി എന്നുള്ളത് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ടൊന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യുക. കണ്ടോ, 30 എന്നുള്ളത് നമ്മൾ വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ എത്രയാണ് കൊടുത്തിട്ടുള്ളത്, 10 എന്നുള്ളത് 20 എന്നുള്ളത്. അത് നമുക്ക് മാറ്റി 30 20 എന്നാക്കി നോക്കാം. ഒന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50 ആയി മാറി. കണ്ടോ, ഇതുപോലെ എന്ത് ചെയ്യാം. ഇനി വീണ്ടും എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റും കൂടി ഉണ്ടാക്കാം നമുക്ക് ഡിവിഷന് വേണ്ടി. ഡിവ് എന്നുണ്ടാക്കി, പിന്നെ എന്തായി, ഒരു സം 1 എന്ന് കൊടുത്തു. പിന്നെ എന്തായി, ന്യൂ ആഡ് എന്നുള്ളത് കൊടുക്കുകയാണ്. അല്ല സോറി, ഡിവ് ആണ്. ഡിവിഷനകത്ത് കൊടുത്തതിന് ശേഷം അതിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത ശേഷം ഇവിടെ അതേപോലെ തന്നെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് ln എന്ത് ചെയ്യാം, നമുക്ക് സം വൺ ഡോട്ട് റിസൾട്ട് എന്നുള്ളത് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അതായത് 50 × 10 എന്ന് കൊടുക്കാം. അപ്പോൾ റിസൾട്ട് നമുക്ക് 40 ആണ് വരേണ്ടത്. ഓക്കെ, ഇവിടെ സെമിക്കോളം മറന്നിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യാം. എന്നിട്ട് സേവ് ചെയ്യുക. വീണ്ടും എന്ത് ചെയ്യുക, ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ. കണ്ടോ, 40 എന്നുള്ളത് വന്നു. 50 എന്നുള്ളത് ആദ്യം വന്നു, സം ചെയ്തപ്പോൾ 30 + 20 എത്ര, 50. പിന്നെ 50 - 10 എത്ര, 40 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, 40 എന്നുള്ളത് വന്നു. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ അതേപോലെ എന്ത് ചെയ്യുക, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ചെയ്ത് നോക്കാം. ഇവിടെ എന്താ സംഭവിച്ചില്ല, ഞാൻ മൊത്തത്തിലൊന്ന് ബ്രീഫായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇപ്പം നമുക്ക് എന്താ വെച്ചാൽ മെയിനായിട്ട് ഇവിടെ നടത്തിയിട്ടുള്ളത് അബ്സ്ട്രാക്റ്റ് ക്ലാസ് നമ്മൾ എഴുതി. അബ്സ്ട്രാക്റ്റ് ക്ലാസ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ എഴുതി. ഈ അരിത്തമെറ്റിക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ ആക്കി എഴുതുക. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഞാൻ ക്ലാസ് എഴുതുമ്പോൾ എഴുതി പോയതാണ്. അപ്പോൾ എന്താ, അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്നുള്ളത് എന്ത്, ക്ലാസ് കിട്ടി അരിത്തമെറ്റിക് എന്നുള്ള ഒരു എന്തുണ്ടാക്കി, ഒരു ക്ലാസ് ഉണ്ടാക്കി. അത് അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആണ്, നിങ്ങൾ ചിന്തിക്കണം. അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആകുമ്പോൾ പിന്നെ ക്രിയേറ്റ് ചെയ്തതാണ് എന്ത്, പബ്ലിക് അബ്സ്ട്രാക്റ്റ് ഇൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു മെത്തേഡ്. ഞാൻ പറഞ്ഞു, ഒരു അബ്സ്ട്രാക്റ്റ് മെത്തേഡ് ഉണ്ടാകുമ്പോൾ ആ മെത്തേഡിന് എന്തുണ്ടാവില്ല, ബോഡി ഉണ്ടാവില്ല. ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൻ്റെ ഉള്ളിൽ വിത്തൗട്ട് ബോഡിയും വിത്ത് ബോഡിയും ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫങ്ഷനെ മെത്തേഡിനെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു വിത്തൗട്ട് ബോഡി ഉള്ളതാണ് ഇത്. വിത്തൗട്ട് ബോഡി എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ കോഡോ സെറ്റ് ഓഫ് കോഡോ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് അതിന് ഒരു എക്സാമ്പിൾ. നമ്മൾ എന്തായിട്ട് ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്താ ചെയ്തിട്ടില്ല, നമ്മൾ എവിടെയും ബോഡി ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. നേരെ വെച്ച് വിത്ത് ബോഡി എന്ന് വെച്ചാൽ പബ്ലിക് വോയിഡ് സം എന്ന് വെച്ചിട്ട് വിത്ത് ബോഡിയിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ഒരു ആഡ് എന്നുള്ള ക്ലാസ് ഉണ്ടാക്കി. എക്സ്റ്റെൻസ് അരിത്തമെറ്റിക് എന്നുള്ള എക്സ്റ്റെൻഡ് ഇൻഹെറിറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഡ് എന്നുള്ളത് ചൈൽഡ് ക്ലാസ് ആണ്. മുകളിലുള്ളത് എന്താണ്, പേരൻറ്റ് ക്ലാസ് ആണ്. അരിത്തമെറ്റിക് ഓപ്പറേഷനിൽ പേരൻറ്റ് ക്ലാസ് ആണ്. അപ്പോൾ അതെന്താ ചെയ്തിട്ടില്ല വെച്ചാൽ, ഞാൻ പറഞ്ഞു, നമ്മൾ മുകളിലുള്ള അതായത് പേരൻറ്റ് ക്ലാസ്സിലുള്ള
പ്രോപ്പർട്ടീസും മെത്തേഡ്സും നമുക്ക് എന്ത് ചെയ്യും ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആക്സസ് ചെയ്ത ഒരു സംഭവമാണ് റിസൾട്ട് എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് A+B എന്നായി. അപ്പോൾ എന്താ അതിനെ റിട്ടേൺ ചെയ്തിട്ടുണ്ട് ആ മെത്തേഡിൽ. ഇവിടെയാണ് നമ്മൾ ഡെഫിനിഷൻ എഴുതിയത്, ഏതിൻ്റെ റിസൾട്ട് എന്നുള്ള അബ്സ്ട്രാക്റ്റ് മെത്തേഡിൻ്റെ ഡെഫിനിഷൻ ഇവിടെയാണ് എഴുതിയത്. അത് ഡിവിഷൻ പോകുമ്പോൾ ഡിവിഷൻ അതുപോലെ തന്നെയാണ്, മൈനസ് മാത്രമാണ് മാറ്റം, അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒക്കെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ അബ്സ്ട്രാക്റ്റ് എന്തുണ്ട്, അബ്സ്ട്രാക്റ്റ് മെത്തേഡ് എഴുതുമ്പോൾ നമുക്ക് ഈ ഓവർ റൈഡിൻ്റെ ഒരു ചയം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓവർ റൈഡും കൂടി കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു അബ്സ്ട്രാക്റ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ നമുക്കൊരു അബ്സ്ട്രാക്റ്റ് പഠിക്കുമ്പോൾ തന്നെ ഓവർ റൈഡ് എന്താണെന്നും കൂടി മനസ്സിലായിരിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എന്താ വെച്ചാൽ നോക്കിയേ, ഓവർ റൈഡ് ഈ ഫംഗ്ഷനിലുള്ള മീൻസ് ഈ കാരണം മെത്തേഡിലുള്ള കോഡല്ല ഇവിടെ ഉള്ളത്, കാരണം മൈനസ് ആയി. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ, പക്ഷേ സെയിം എന്തായിരിക്കും, മെത്തേഡ് നെയിം ആയിരിക്കും. നമ്മൾ ഓവർ റൈഡിൽ അത് പഠിച്ചതാണ്. ഓക്കെ, ഓവർ റൈഡ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ അതിനനുസരിച്ച് നമ്മൾ പ്രിൻ്റ് ചെയ്തു. ഇതാണ് അബ്സ്ട്രാക്റ്റ്. ഇപ്പോൾ എന്താ വെച്ചാൽ നോക്കിയ പേരൻറ്റ് ക്ലാസ്സിൽ നെസസറി ഡീറ്റെയിൽസ് മാത്രം നമ്മൾ കൊടുത്തു. അതിന് എന്താണ് റിസൾട്ട് A എന്നുള്ളതും B എന്നുള്ളതും മാത്രം കൊടുത്തു. പിന്നെ അതിൻ്റെ ഡെഫിനിഷൻ കാരണമൊക്കെ ചൈൽഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നുള്ളത്. ഇത് ജസ്റ്റ് ഇങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇത് നോക്കിയിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റിവൈസ് ചെയ്ത് നോക്കുക. അപ്പോഴും മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ നമ്മളെ കോഡിങ് മീൻസ് ടെലിഗ്രാമിൻ്റെ കോഡിങ്ങിൻ്റെ ഒരു സെക്ഷനുണ്ട്, അവിടെ വന്നിട്ട് നിങ്ങൾക്ക് സംശയം ചോദിക്കാം. അവിടെയും ചോദിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്തതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടി ഇരുന്ന് വീണ്ടും വേറെ ഫങ്ഷൻസ് ചെയ്ത് നോക്കുക. ഇത് തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു അബ്സ്ട്രാക്ഷൻ നമുക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഇതേ കോഡ് ഉപയോഗിച്ചിട്ട് കുറച്ച് കോഡും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്കുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു കാൽക്കുലേറ്റർ നിങ്ങൾ തന്നെ സ്വന്തം ഉണ്ടാക്കാൻ നോക്കുക. അതായത് ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യും, ഒരു 10 എന്ന് ക്ലിക്ക് ചെയ്യും. അതായത് യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഡാറ്റ ചോദിക്കുക. അത് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു യൂസേഴ്സിൻ്റെ അടുത്ത് ഡാറ്റ മേടിക്കുക എന്നുള്ള നല്ല അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി പോയിട്ട് അത് നോക്കുക. എന്നിട്ട് യൂസേഴ്സിൻ്റെ ഡാറ്റ കിട്ടിയതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇന്നും കൂടി നമ്മൾ കഴിഞ്ഞ വീഡിയോസിലും പഠിച്ചിട്ടുണ്ട്. എന്നാലും പറയാം, ഒന്നും കൂടി നിങ്ങൾക്ക് അബ്സ്ട്രാക്റ്റ് മെത്തേഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ അതും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. കാരണം എന്താ വെച്ചാൽ ഇത് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. ഏത് കാര്യത്തിൽ നമ്മൾ പഠിക്കാൻ ഇറങ്ങിയെന്നുണ്ടെങ്കിൽ ഒറ്റ കണ്ട് പഠിക്കുക എന്നുള്ളത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കണം എന്നില്ല. ചില ആൾക്കാരുടെ മൈൻഡ് സെറ്റ് വേറെ തന്നെ ആയിരിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇരുന്ന് നല്ല രീതിയിൽ നോക്കുക, നല്ല രീതിയിൽ നോക്കി എന്നെ നിങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത കേസിൽ നമുക്ക് പറ്റൂല. ഇതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇരുന്ന് നോക്കുക, എന്താണ് പറയുന്നത് എന്താണെന്നുള്ളത്. കുറച്ച് ഡോക്യുമെൻറ്റ്സ് റെഫർ ചെയ്യുക, പിന്നെ ആ രീതിയിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.